അമ്മ പിണ്ടി കിട്ടിയിട്ടുണ്ട്. നല്ല പിണ്ടി തോരൻ വെക്കി. അതെ പയറ മുതിര എന്തെങ്കിലും ഇട്ട് വെക്കി. മിനിച്ച വെക്കും. അമ്മ വെച്ചാൽ മതി. അമ്മ വെച്ചാലേ നന്നാവുള്ളൂ. നിങ്ങൾ രണ്ടാളുടെ ആരെങ്കിലും ആള് തീരുമാനമാക്കിട്ട് വെക്കി. മോള് വെക്കി. എന്റെ തലയിൽ ഇട്ടൂല പിണ്ടി. എനിക്കറിയില്ല. നമ്മൾക്ക് ഇന്നൊരു പിണ്ടിത്തോരൻ വെക്കാം. അതിൻ്റെ നമുക്ക് പാളയംകുടംവാഴയുടെ പിണ്ടിയാണ് കേട്ടോ കിട്ടിയേക്കണത്. നമ്മൾക്ക് ആദ്യം ആ പിണ്ടിയുടെ മുകളിലത്തെ പോളയൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കാം. പോള മുകളിലത്തെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വട്ടത്തിൽ ആദ്യം കട്ട് ചെയ്തെടുക്കാം. വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നീളത്തിൽ ഒന്നും കൂടെ കട്ട് ചെയ്യാം. പിന്നെ നമുക്കത് വീണ്ടും ഒന്നും കൂടെ എല്ലാം കൂടെ വെച്ചിട്ട് വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബാക്കിയുള്ളതിൻ്റെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എല്ലാതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നൂലുണ്ടാവും. ഈ പിണ്ടിയുടെ നൂല് കളയാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കൈ വെച്ച് ഒന്ന് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലത്തെ നൂലൊക്കെ ഇങ്ങോട്ട് വേർപെട്ട് കിട്ടും കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ കൈയിട്ട് ഇളക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ നൂല് പോലത്തെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മളത് ഒന്ന് കയ്യിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് തിരുമ്മി എല്ലാ നൂലും നമ്മൾക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാം. ചിലർ പണ്ട് കാലത്ത് ഉള്ളിന്റെ കമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നൂല് പെടുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് എങ്ങനെയാണ് നൂലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക ആദ്യം. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പിണ്ടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും, നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് പിണ്ടി കഴുകിയിട്ടുണ്ടോന്ന്. പിണ്ടി നമ്മൾ കഴുകില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പിണ്ടിയാണ്. പിന്നെ നമ്മളത് കഴുകേണ്ട ആവശ്യമില്ല. കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ സത്തൊക്കെ പോകും. അപ്പൊ നമ്മൾ കഴുകാണ്ടത് അല്ലാതെ അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചു. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തുറന്നതിന് ശേഷം നമ്മൾ ഉണക്ക പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ പയറിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പിണ്ടിയും പയറ് മുക്കാൽ ഭാഗം വേവിച്ചിട്ടുള്ള അതും കൂടെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് നാളികേരവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് മുളക് പൊടിയും എടുത്ത് നമ്മൾ കൈ വെച്ചൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. നമ്മളുടെ പിണ്ടിയും പയറൊക്കെ വെന്ത് വന്നിരിക്കും. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ച് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തോരൻ കിട്ടും കേട്ടോ. ആ പിണ്ടി തോരൻ സൂപ്പറാണ് കഴിക്കാനായിട്ട്. നമ്മൾക്ക് എപ്പോഴെങ്കിലും പിണ്ടി എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ പണ്ട് കാലത്തെ ഇതുപോലത്തെ കറികളുടെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ കറികൾക്കില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പിണ്ടിത്തോരൻ. നമുക്കൊരു ചാറ് കറി വെക്കാനായിട്ട് നമ്മളിന്ന് കുറച്ച് കോവയ്ക്കാണ് കേട്ടോ എടുത്തേക്കണത്. നമ്മളിന്ന് കോവയ്ക്ക മീൻകറിയാണ് വെക്കാൻ പോണത്. അപ്പൊ ആദ്യം നമ്മൾ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിന്റെ കടയും വാലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എല്ലാതും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് സവോള കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും തിരുമ്മി ഉടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കോവയ്ക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 പുളിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാളംപുളിയല്ല കുടംപുളിയാണ് ഇട്ടേക്കണത്. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നാളികേരത്തിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നന്നായിട്ട് അതൊന്ന് അരച്ച് വെക്കുക. പിന്നെ അപ്പോഴത്തേക്കും നമ്മളുടെ കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളുടെ മീൻകറിയിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മളുടെ കറിയിലേക്ക് മൂപ്പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണിന്റെ സ്പെഷ്യല്
കോവയ്ക്ക മീൻകറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ ദേ ഊണ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടാ. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് ഊണ് കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കോവയ്ക്ക മീൻകറിയും പിണ്ടി തോരനും ആണ്. നന്നായിണ്ടല്ലോ, തോരൻ സൂപ്പറായി. അവനിനി എപ്പോഴാ വരികയെന്നറിയില്ല, എനിക്ക് അതുവരെ ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. കറികൾ രണ്ടും നല്ല കറികളാ, മീൻകറിയും പിണ്ടിത്തോരനും സൂപ്പറായിട്ടുണ്ട്. നല്ല കറിയായിട്ടുണ്ട്. മോള് ചോറിന് അവൻ വരുമ്പോൾ പകണ്ടോളൂ.